BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനുകൃഷ്ണ. നിയമലംഘനത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടും നിയമവിരുദ്ധ പ്രവർത്തനത്തിലേർപ്പെട്ട സംഘത്തെ പോലീസ് പിടികൂടി. സംഭവത്തെക്കുറിച്ച് പബ്ലിക് പ്രോസിക്യൂഷൻ മൊഴിയെടുത്ത തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചു. മാതാമൃതാനന്ദമയി സേവാ സമിതി ബഹ്റൈൻ ചാപ്റ്ററിന്റെ ആഭിമുഖ്യത്തിൽ BMC ഓഡിറ്റോറിയത്തിൽ നടന്ന അമൃതവർഷം 2024 പരിപാടി ശ്രദ്ധേയമായി. മാതാമൃതാനന്ദമയുടെ പ്രഥമ ശിഷ്യൻ സ്വാമി അമൃത സ്വരൂപാനന്ദപുരി മുഖ്യ അതിഥിയായിരുന്നു. ചടങ്ങിൽ സാമൂഹിക സാംസ്കാരിക മേഖലകളിലെ നിരവധി പേർ പങ്കെടുത്തു. മാതാമൃതാനന്ദമയി സേവാ സമിതി ബഹ്റൈൻ കോർഡിനേറ്റർ സുധീർ തിരുനുലത്ത് സ്വാഗതം പറഞ്ഞു. BMC ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ശ്രീ ഫ്രാൻസിസ് കൈതാരത്ത, സീനിയർ ഡോക്ടർ സന്തു എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ഇന്ത്യൻ സ്കൂൾ ചെയർമാൻ ബിനു മണ്ണിൽ, ഫ്രാൻസിസ് കൈതാരത്ത, ഡോക്ടർ സന്തു എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. തുടർന്ന് സ്വാമി അമൃത സ്വരൂപാനന്ദപുരിയുടെ പ്രഭാഷണവും സത്സംഗവും ധ്യാനവും നടന്നു. അൽനൂർ ഇന്റർനാഷണൽ സ്കൂൾ ഹോർട്ടിക്കൾച്ചറൽ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ വിളവെടുപ്പ് ആഘോഷം നടന്നു. ക്ലബ് അംഗങ്ങൾ പരിപാലിച്ചു വളർത്തിയ പച്ചക്കറികളാണ് വിളവെടുത്തത്. പരിപാടിയിൽ സ്കൂൾ ഡയറക്ടർ ഡോക്ടർ മുഹമ്മദ് മഷൂദ്, അറബിക് സീനിയർ വിഭാഗം പ്രധാന അധ്യാപകൻ അബ്ദുൾ റഹ്മാൻ കുഹേജി എന്നിവർ പങ്കെടുത്തു. ജൈവ കൃഷിരീതി പ്രോത്സാഹിപ്പിക്കാനുള്ള വിദ്യാർത്ഥികളുടെ പരിശ്രമത്തെ അധ്യാപകർ അഭിനന്ദിച്ചു. ജൈവ ഇടവിള കൃഷി എന്ന പ്രമേയത്തിന് കീഴിൽ A-ലെവൽ ബയോളജി പ്രോഗ്രാമിലെ 39 വിദ്യാർത്ഥികൾ ശീതകാല പച്ചക്കറി കൃഷിയിൽ സജീവമായി പങ്കെടുത്തു. ബ്രോക്കോളി, കോളിഫ്ലവർ, കാബേജ്, ചെറുതക്കാളി, കാപ്സിക്കം, വെള്ളരിക്ക, ചീര, സ്ട്രോബെറി എന്നിവയാണ് നട്ടു വളർത്തിയത്. തൃശൂർ സംസ്കാരയും BMC ഐമാക് ബഹ്റൈൻ മീഡിയ സിറ്റിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന തൃശൂർ പൂരം മഥാരി പാർക്ക് ഗ്രൗണ്ടിൽ മെയ് 17 നടക്കും. വൈകിട്ട് 3 മുതൽ 11 വരെയാണ് പൂരാഘോഷം. നാട്ടിൽ നിന്നും പ്രശസ്ത വാദ്യകലാകാരൻ കാഞ്ഞിലശ്ശേരി പത്മനാഭനും സംഘവും പൂരത്തിന്റെ മാറ്റുകൂട്ടാനെത്തും. ബഹ്റൈൻ സ്വാപാനം വാദ്യകലാ സംഘം ഗുരു മേളകലാരത്നം സന്തോഷ് കൈലാസിന്റെ നേതൃത്വത്തിൽ 100-ൽ പരം വാദ്യകലാകാരന്മാർ ഒന്നിക്കുന്ന സിംഫണിയുണ്ടാകും. മുത്തുകുടകളും വെഞ്ചാമരവും ആലവട്ടവും നെറ്റിപ്പട്ടവുമായി ഇരുവിഭാഗങ്ങളിലുമായി 10 ഗജവീരന്മാർ അണിനിരക്കും. കൊടിയേറ്റത്തോടെ ആരംഭിക്കുന്ന ചടങ്ങിൽ കാവടിയാട്ടം, ചെറുപൂരങ്ങൾ, മടത്തിൽ വരവ്, പഞ്ചവാദ്യം, ഇലഞ്ഞിത്തറമേളം, 200-ൽ പരം വർണ്ണക്കുടകളുമായി തിരുവമ്പാടി, പാറമേക്കാവ് വിഭാഗക്കാരുടെ കുടമാറ്റം എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. പൂരം അവസാനിക്കുന്നത് ഡിജിറ്റൽ വെടിക്കെട്ടോടുകൂടിയായിരിക്കും. പ്രവേശനം സൗജന്യമാണെന്നും ഭാരവാഹികൾ അറിയിച്ചു. ബഹ്റൈൻ മലയാളി ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ലോക തൊഴിലാളി ദിനം ഹമദ് ടൗൺ ഹമലയിലുള്ള സർവാൻ ഗ്ലാസ് ഫാക്ടറിയിൽ തൊഴിലാളികൾക്കൊപ്പം ആഘോഷിച്ചു. തൊഴിലാളികൾക്ക് വേണ്ടി വിവിധ വിനോദ കലാകായിക പരിപാടികളും സംഘടിപ്പിച്ചു. പരിപാടിയിൽ തൊഴിലാളികളും കുടുംബാംഗങ്ങളും പങ്കെടുത്തു. മാധ്യമപ്രവർത്തകൻ EV രാജീവൻ മെയ്ദിന സന്ദേശം നൽകി. യോഗത്തിൽ BMF പ്രസിഡന്റ് ബാബു കുഞ്ഞിരാമൻ, പരിപാടി കൺവീനറായ അജി പി ജോയ്, സർവാൻ ഗ്ലാസ് ഫാക്ടറി ഉടമ അജി കുമാർ എന്നിവർ സംസാരിച്ചു. BMF ജനറൽ സെക്രട്ടറി ദീപ ജയചന്ദ്രൻ നന്ദി രേഖപ്പെടുത്തി. ബബിന സുനിൽ, സനീഷ് എന്നിവർ പരിപാടികൾ നിയന്ത്രിച്ചു. എക്സിക്യൂട്ടീവ് അംഗങ്ങളായ സ്റ്റാൻലി തോമസ്, വിനോദ് ആറ്റിങ്ങൽ, ജയേഷ് താന്നിക്കൽ, ശ്രീജിത്ത് കണ്ണൂർ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ബഹ്റൈൻ നവകേരള മെയ് ദിനത്തോടനുബന്ധിച്ച് സൽമാബാദിലുള്ള സെഹാൽ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ നടത്തിയ മെയ് ദിനാചരണം പ്രസിഡന്റ് NK ജയന്റെ അധ്യക്ഷതയിൽ ലോക കേരള സഭാംഗവും കോർഡിനേഷൻ സെക്രട്ടറിയുമായ ഷാജി മൂതല ഉദ്ഘാടനം ചെയ്തു. ട്രാവൽ ബ്ലോഗറും മാധ്യമപ്രവർത്തകരുമായ KT നൌഷാദ മെയ് ദിന സന്ദേശം നൽകി. വിവിധ കലാകായിക വിനോദ വിജ്ഞാന പരിപാടികൾ, ആരോഗ്യ പരിപാലന ക്ലാസ്, നോർക്ക ക്ഷേമനിധി, അവബോധനം എന്നിവ നടത്തി. വിവിധ മത്സരങ്ങളിലെ വിജയികൾക്ക് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ സമ്മാന വിതരണം നടത്തി. സ്നേഹവിരുന്നോടുകൂടി പരിപാടികൾ അവസാനിച്ചു. ജനറൽ സെക്രട്ടറി MK സുഹൈൽ, കോർഡിനേഷൻ അസിസ്റ്റന്റ് സെക്രട്ടറി ജേക്കബ് മാത്യു, കോർഡിനേഷൻ അംഗം SV ബഷീർ എന്നിവർ സംസാരിച്ചു. എക്സിക്യൂട്ടീവ് അംഗം രാജ് കൃഷ്ണ സ്വാഗതവും വൈസ് പ്രസിഡന്റ് സുനിൽ ദാസ് നന്ദിയും പറഞ്ഞു. രാമത്ത് ഹരദാസ്, വിശാൽ നെടുങ്ങാട്ടിൽ, ബിജു വർഗീസ്, വിജയൻ ഒലിയിൽ, അജിത് ഖാൻ ചെറിയാൻ എന്നിവർ നേതൃത്വം നൽകി. ഇസ ടൗൺ ഹൈവേയിൽ നടന്ന വാഹനാപകടത്തെ തുടർന്ന് ചികിത്സയിലായിരുന്ന പയ്യോളി സ്വദേശി നിര്യാതനായി. അയണിക്കാട് പാലക്കൽ വീട്ടിൽ അർഷക് അഷ്റഫാണ് നിര്യാതനായത്. ബാലുശ്ശേരി സ്വദേശി അഷ്റഫിന്റെയും പാലക്കൽ ഷാഹിദയുടെയും മകനാണ്. ഭാര്യ ഷാദിയ, ഏകമകൻ ഇസാൻ അർഷക്, സഹോദരങ്ങൾ ജംഷിദ. റെസ്റ്റോറന്റ് ജീവനക്കാരനായിരുന്ന അർഷക് ജോലി കഴിഞ്ഞ് താമസ സ്ഥലത്തേക്ക് മടങ്ങുന്നതിനിടെ സഞ്ചരിച്ചിരുന്ന ബൈക്കിൽ കാറിടിച്ചാണ് അപകടം. സൽമാനി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുന്നു.
BKS Indo Bahrain Dance and Music Festival മൂന്നാം എഡിഷന് കേരളീയ സമാജത്തിൽ പ്രൗഢ തുടക്കം. ഇന്ത്യൻ എംബസിയുടെയും ബഹ്റൈൻ അതോറിറ്റി ഓഫ് കൾച്ചറൽ ആൻഡ് ആന്റിക്വിറ്റീസിന്റെയും സഹകരണത്തോടെ സൂര്യയുടെ നേതൃത്വത്തിലാണ് മെയ് 10 വരെ ഫെസ്റ്റിവൽ നടക്കുന്നത്. ഇന്ത്യൻ അംബാസഡർ വിനോദ് ജേക്കബ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് ചീഫ് എക്സിക്യൂട്ടീവ് ഡോക്ടർ മറിയം അൽ ജലാമ, യൂണിവേഴ്സൽ ഇലക്ട്രോ എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് ചീഫ് എക്സിക്യൂട്ടീവ് ജയശങ്കർ, പ്രമോദ് നാരായണൻ MLA, സമാജം പ്രസിഡന്റ് PV രാധാകൃഷ്ണപിള്ള തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ഉദ്ഘാടന ദിവസം പ്രമുഖ ഇന്ത്യൻ ഹിന്ദുസ്ഥാനി ഗായിക കൗശികി ചക്രവർത്തിയുടെയും സംഘത്തിന്റെയും സെമി ക്ലാസിക്കൽ ഫ്യൂഷൻ പ്രകടനമായ സഖി അരങ്ങേറി. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ വനിതാ ക്ലാസിക്കൽ ബാൻഡാണിത്. ശനിയാഴ്ച പ്രശസ്ത ഭരതനാട്യം കലാകാരൻ പാർശ്വനാഥ് ഉപാധ്യായ, മൃദംഗം വിദ്വാനും പത്മവിഭൂഷൺ ജേതാവുമായ ഉമയാൾപുരം കാശി വിശ്വനാഥ ശിവരാമൻ എന്നിവരുടെ കർണാടക താളവാദ്യവും ഭരതനാട്യവും അരങ്ങേറി. പരിപാടികളിൽ എല്ലാവർക്കും പ്രവേശനമുണ്ട്. സംസ്ഥാനത്ത് കോൺഗ്രസ് മത്സരിച്ച 4 മണ്ഡലങ്ങളിൽ കടുത്ത മത്സരം നടന്നതായി KPCC നേതൃയോഗത്തിൽ വിലയിരുത്തൽ. കണ്ണൂർ, പാലക്കാട്, ആറ്റിങ്ങൽ, മാവേലിക്കര മണ്ഡലങ്ങളിലാണ് കടുത്ത മത്സരം നടന്നതായി കോൺഗ്രസ് വിലയിരുത്തുന്നത്. ഈ 4 സീറ്റ് ഉൾപ്പെടെ 20 സീറ്റിലും UDFന് ജയിക്കാനാകുമെന്നും യോഗം വിലയിരുത്തി. BJP ശക്തമായ മത്സരം കാഴ്ചവെച്ച തിരുവനന്തപുരം, തൃശൂർ മണ്ഡലങ്ങളിൽ കോൺഗ്രസിന് വിജയമുറപ്പാണ്. തൃശൂരിൽ കാന്തപുരം വിഭാഗത്തിന്റെ അടക്കം മുസ്ലിം വോട്ടുകൾ കോൺഗ്രസിന് അനുകൂലമായി. തിരുവനന്തപുരത്ത് മുസ്ലിം വോട്ടുകൾക്കൊപ്പം ലത്തീൻ ക്രിസ്ത്യൻ നാടാർ വോട്ടുകളും ശശി തരൂരിന് ലഭിച്ചെന്നും KPCC വിലയിരുത്തി. തൃശൂരിൽ 20,000-ൽ കുറയാത്ത വോട്ടിന്റെ ഭൂരിപക്ഷമാണ് സ്ഥാനാർത്ഥി K മുരളീധരൻ പങ്കുവച്ചത്. കണ്ണൂരിൽ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച അനിശ്ചിതത്വം തുടക്കത്തിൽ പ്രശ്നമായിരുന്നുവെന്നും എന്നാൽ പ്രചരണത്തിൽ മുന്നേറിയെന്നും വിജയമുറപ്പെന്നും സ്ഥാനാർത്ഥി K സുധാകരൻ യോഗത്തിൽ അറിയിച്ചു. കനത്ത മത്സരം നടന്ന ആറ്റിങ്ങലിൽ SNDP വോട്ടുകൾ അടൂർ പ്രകാശിന് അനുകൂലമായി മാറിയെന്നും KPCC വിലയിരുത്തുന്നു. സ്ഥാനാർത്ഥികളായ K മുരളീധരൻ, MK രാഘവൻ എന്നിവർ ജില്ലാ നേതൃത്വത്തിനെതിരെ യോഗത്തിൽ വിമർശനമുയർത്തി. തൃശൂരിൽ പ്രചരണത്തിൽ ചില നേതാക്കളുടെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായെന്നും കൂടുതൽ പണം ചെലവഴിക്കേണ്ടിവെന്നുമായിരുന്നു K മുരളീധരന്റെ പരാതി. കോഴിക്കോട് പ്രമുഖ നേതാവിന്റെ അണികൾ മാറി നിന്നെന്നും തനിക്കെതിരെ വോട്ട് ചെയ്യാൻ പറഞ്ഞെന്നും MK രാഘവനും പറഞ്ഞു. എന്നാൽ യോഗത്തിനു ശേഷമുള്ള വാർത്താ സമ്മേളനത്തിൽ ഇരുവരും ഇക്കാര്യം നിഷേധിച്ചു. പ്രചരിക്കുന്നത് തെറ്റായ വാർത്തയാണെന്നും യോഗത്തിൽ താൻ ആരെയും വിമർശിച്ചിട്ടില്ലെന്നും K മുരളീധരൻ പറഞ്ഞു. പോളിംഗ് കുറഞ്ഞത് ഇടതു മുന്നണിക്കാണ് ക്ഷീണമാവുക. സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരമുണ്ടായിരുന്നുവെന്നും KPCC നേതൃയോഗം വിലയിരുത്തി. സംസ്ഥാനത്ത് വൈദ്യുതി ഉപയോഗം കുറയ്ക്കുന്നതിനുള്ള പ്രാദേശിക നിയന്ത്രണം തുടരുന്നതിനിടെ ഉപഭോക്താക്കൾക്ക് ഇരുട്ടടി. ഇന്ധന സർചാർജ് 10 പൈസ കൂടി വർദ്ധിപ്പിച്ചു. നേരത്തെയുള്ള 9 പൈസയ്ക്ക് പുറമെ 10 പൈസ കൂടി സർചാർജായി ഈടാക്കുന്നതോടെ മെയിലെ ബില്ലിൽ ഇതടക്കം സർചാർജ് 19 പൈസയാവും. 9 പൈസയ്ക്ക് പുറമെ 10 പൈസ കൂടി ഇന്ധന സർചാർജ് ഇനത്തിൽ ഈടാക്കാനാണ് റെഗുലേറ്ററി കമ്മീഷൻ അനുവാദമുള്ളത്. ഇതിനു പുറമെ ഈ വേനൽക്കാലത്ത് പുറത്തുനിന്നും വൈദ്യുതി വാങ്ങിയതിന്റെ നഷ്ടം നികത്താനുള്ള സർചാർജും വൈകാതെ ഉപഭോക്താക്കൾ നൽകേണ്ടി വരും. ഈ ഇനത്തിൽ കൂടുതൽ തുക സർചാർജായി KSEB റെഗുലേറ്ററി കമ്മീഷനോട് ആവശ്യപ്പെടാനാണ് സാധ്യത. അതേസമയം സംസ്ഥാനത്ത് പ്രാദേശികമായി ഏർപ്പെടുത്തിയ വൈദ്യുതി നിയന്ത്രണം പ്രയോജനം ചെയ്തില്ല. കൂടുതൽ വൈദ്യുതി ഉപയോഗമുള്ള പ്രദേശങ്ങളിലാണ് നിലവിൽ നിയന്ത്രണം. പീക്ക് സമയത്ത് ആവശ്യമായ ഇടങ്ങളിൽ നിയന്ത്രണമാകാമെന്നായിരുന്നു ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർമാർക്ക് ലഭിച്ച നിർദ്ദേശം. ഇതിന്റെ അടിസ്ഥാനത്തിൽ വിതരണ ശൃംഖല ദുർബലവും ലോഡ് കൂടുതലുമുള്ള ഇടങ്ങളിൽ ശനിയാഴ്ച വൈദ്യുതി മുടക്കമുണ്ടായി. ഉപയോഗം കൂടിയത് കാരണം ലൈനുകൾ ട്രിപ്പാകുന്ന സ്ഥലങ്ങളിലാണ് 10 മിനിറ്റോളം പ്രാദേശിക നിയന്ത്രണം ഏർപ്പെടുത്തിയതെന്നും ഔദ്യോഗിക വിശദീകരണം വന്നെങ്കിലും പലയിടത്തും ഇതിലേറെ സമയം വൈദ്യുതി തടസ്സപ്പെട്ടു. ഇത്തരം നടപടികളിലൂടെ പീക്ക് സമയ ഉപയോഗത്തിൽ നേരിയ കുറവുണ്ടായെങ്കിലും പ്രതിദിന വൈദ്യുതി ഉപയോഗം സർവ്വകാല റെക്കോർഡിലെത്തി. 115.9485 ദശലക്ഷം യൂണിറ്റാണ് കഴിഞ്ഞ ദിവസം ഉപയോഗിച്ചത്. കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് തിരുവനന്തപുരത്ത് രൂക്ഷമായ കടലാക്രമണം. തിരുവനന്തപുരം അഞ്ചുതെങ്ങിന് സമീപമാണ് ശക്തമായ കടലാക്രമണം ഉണ്ടായത്. ഇന്നലെ രാത്രിയോടെയാണ് സംഭവം. കടലാക്രമണത്തെ തുടർന്ന് 3 വീടുകളിലുള്ളവരെ ഒഴിപ്പിച്ചു. ബന്ധുവീടുകളിലേക്കാണ് ഇവരെ മാറ്റിയത്. അതേസമയം കള്ളക്കടൽ മുന്നറിയിപ്പിനെ തുടർന്ന് കേരള തീരത്ത് ഓറഞ്ച് അലർട്ട് നിലനിൽക്കുകയാണ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്തെ താഴ്ന്ന പ്രദേശങ്ങളിൽ ഇന്ന് രാത്രി 11:30 മുതൽ 0.5 മുതൽ 1.5 മീറ്റർ വരെയും തെക്ക് തമിഴ്നാട് തീരത്തിന്റെ താഴ്ന്ന പ്രദേശങ്ങളിൽ രാത്രി 11:30 മുതൽ 0.5 മുതൽ 1.8 മീറ്റർ വരെയും അതിതീവ്ര തിരമാലകൾ കാരണം ശക്തിയേറിയ കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. ഈ സാഹചര്യത്തിൽ കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് iMac കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.